ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഫൈനൽ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായി പഠിച്ചിട്ട് എല്ലാ വിഷയങ്ങളുടെയും എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും എല്ലാ വേർഡ് മീനുകളും എല്ലാ ഇക്വേഷൻസ് ഒക്കെ പഠിച്ച് നല്ല ഉറപ്പുള്ള കരുത്തുള്ള കുട്ടികളായിട്ടാണ് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് ഹിന്ദിയിൽ നമുക്ക് പഠിക്കാനുള്ള 5 യൂണിറ്റ് ആണ്. 5 യൂണിറ്റിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാഠമാണ് ലോകകഥ, നാടോടി കഥയാണ്. ഷാഷാ അക്ബർ കോൻ സിഖായേഗ. ഷാഷാ എന്ന വാക്കിന്റെ അർത്ഥം ചക്രവർത്തി എന്നാണ്. ഓക്കെ, രാജാവിന്റെ മുകളിലാണ് ആര്? ചക്രവർത്തി. രാജാക്കന്മാരുടെ രാജാവാണ് ചക്രവർത്തി. ഷാഷാ അക്ബർക്കോ, അതായത് മഹാനായ ചക്രവർത്തിയെ അക്ബറിനെ കോൻ സിഖായേഗ, ആര് പഠിപ്പിക്കും എന്നുള്ളതാണ് നമ്മുടെ പാഠം. ഓക്കെ, ഈ പാഠവുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായ നാടോടി കഥയാണ് ബീർബലിൻ്റെയും അക്ബറിൻ്റെയും കഥകൾ. ബീർബൽ ആരാണ്? ഈ അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ ബീർബലിൻ്റെയും അക്ബറിൻ്റെയും കഥകൾ വളരെ രസകരമാണ്. ജനങ്ങൾ വളരെയധികം ആസ്വദിച്ച് കേൾക്കുകയും പഠിക്കുകയും എന്നും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന കഥകളാണ്. സാരോപദേശങ്ങൾ ഒരുപാട് അടങ്ങിയ കഥകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് രാജാവ് എന്താണ് സംഭവിക്കുന്നത്? രാജാവ് കൊട്ടാരത്തിൽ നിന്ന് താഴോട്ട് ദർബാർ ഹാളിൽ ഒരുപാട് പണ്ഡിതന്മാർ വലിയ വലിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, ഇവരൊക്കെ സംസാരിക്കുന്ന പോലെ എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് ഇവരെ പോലെ എനിക്കുമായി തീരണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിവരമുള്ള ഒരാളായി മാറാൻ വേണ്ടിയിട്ട് ബീർബൽ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുമെന്ന് പറയുന്നു. ബീർബൽ എന്ത് ചെയ്യുന്നു? എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി പിറ്റേന്ന് രാവിലേക്ക് ഞാൻ ഏർപ്പാടാക്കാന്ന് പറഞ്ഞു. കൊട്ടാരത്തിൽ നിങ്ങൾ നാളെ രാവിലെ വരുമ്പോഴേക്ക് എല്ലാവിധം ഞാൻ റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അക്ബർ ചക്രവർത്തി ഒന്ന് നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെ അവിടെ കൊണ്ടുവച്ചാക്കിയിട്ടുണ്ട്. അവിടെ നെയ്ത്തുകാരുണ്ട്, സ്വർണ്ണപ്പണിക്കാരുണ്ട്, ആശാരികളുണ്ട്, അതുപോലെ തന്നെ മുഷാരിമാരുണ്ട്, അലക്കുകാരുണ്ട്, പലരുമായുണ്ട്. അങ്ങനെ അക്ബർ വഴക്കുപിടുന്നു. അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറയും, നീ എന്താണ് ഈ കാട്ടിക്കൂട്ടിക്കുന്നത്? ഞാൻ എന്നെ പഠിപ്പിക്കാനുള്ള സംഭവങ്ങളിലെ പറയാൻ ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ബീർബൽ ചോദിക്കുന്നു, അങ്ങക്ക് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിളവുകൾ ലഭിക്കുന്നത് എവിടെയാണെന്ന് അറിയുമോ? നമ്മുടെ രാജ്യത്ത് ഏറ്റവും നന്നായി വിളവുകൾ ഉണ്ടാവുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയുമോ? എപ്പോഴാണ് വിത്തിടേണ്ടതെന്ന് അറിയുമോ? വസ്ത്രത്തിൽ നിന്ന് കറ പോക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഏറ്റവും നല്ല മരത്തടികൾ ഏതാണെന്നറിയുമോ? എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് അക്ബർ ചക്രവർത്തി ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ബീർബൽ പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ അറിവുള്ള ആളുകളെയാണ് ഞാനിവിടെ ആക്കിയത്. അതിൽ നിന്ന് വൃദ്ധയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് പറയുന്നു, ഇവരാണ് എന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ എന്നെ പഠിപ്പിച്ചത്. എല്ലാ കാര്യങ്ങളും എങ്ങനെ പഠിക്കണമെന്നുള്ളത് പഠിപ്പിച്ചത് ഇവരാണ്. മാത്രമല്ല ഞാനും എല്ലാ കാര്യങ്ങളും ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അക്ബർ ചക്രവർത്തി ചോദിക്കുന്നു, അപ്പം ഞാൻ മനസ്സിലാക്കിയത് ബീർബലെ, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നിന്നെ ഒന്നും ഇനി ആർക്കും ഒന്നും പഠിപ്പിക്കാൻ കഴിയില്ല, ഒക്കെ നിനക്കറിയാമെന്നാണ്. അപ്പോൾ ബീർബൽ പറയുന്നു, അല്ല ചക്രവർത്തി, ഞാൻ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ച കാര്യങ്ങളിൽ ഞാൻ അധ്യാപകനാണ്, പക്ഷെ പഠിക്കാത്ത കാര്യങ്ങളിൽ ഞാൻ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാൻ ആരാണ്? അധ്യാപകനുമാണ്, ഒപ്പം തന്നെ ഞാൻ വിദ്യാർത്ഥിയുമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അക്ബർ ചക്രവർത്തി ചോദിക്കുകയാണ്, അപ്പോൾ നീയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ എന്ന് ചോദിക്കുന്നു. യെസ്, ഞാനും ഒരുപാട് കാര്യങ്ങൾ അനുദിനം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ ഏറ്റവും ആദ്യത്തേതും ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നതുമായ ഗുരു ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു വൃദ്ധയായ സ്ത്രീയെ മുന്നിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അവരും അക്ബർ ചക്രവർത്തിയും തമ്മിൽ സംസാരം നടക്കുന്നു. ആ സംസാരം നടന്നതിന് ശേഷം അന്ന് രാത്രി അക്ബർ ഒരു ഡയറി എഴുതുന്നു. ആ ഡയറിയാണ് വളരെ പ്രധാനപ്പെട്ട ഡയറിയാണ്. അക്ബറിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണ്, മാത്രമല്ല നമ്മൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. മാത്രമല്ല ഇത് പരീക്ഷയിൽ A+ കിട്ടുക എന്നതിനപ്പുറം ജീവിതത്തിൽ A+ കിട്ടാനുള്ള ഒരു സംവാദവുമായിരുന്നു ആ മുത്തശ്ശിയും അക്ബർ തമ്മിൽ നടത്തിയത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് അന്ന് അക്ബർ ചക്രവർത്തി എഴുതിയ ഡയറി എന്താണെന്ന് പരീക്ഷ നമ്മൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ ചോദ്യം ഇങ്ങനെയാണ് മക്കളെ. ഡയറി ചോദ്യം ഒന്ന് കേൾക്കും. ഡയറിയാണേ, ചോദ്യം ഇങ്ങനെയാണ്. ബീർബൽ കെ, അതാണ് അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയാണ് ബീർബൽ. ബീർബൽ കെ ബാത്ത് സുൻകർ, ബീർബൽ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് അക്ബർ കെ മൻമേം, അക്ബർ ചക്രവർത്തിയുടെ മനസ്സിൽ ക്യാ ക്യാ വിചാർ ആയേ ഹോങ്കെ, എന്തെല്ലാം ചിന്തകൾ ഉണ്ടായിട്ടുണ്ടാവാം. ഉൻകെ വിചാരോം കോ, അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ച് ഡയറി കെ റൂമിൽ ലിഖേ, ഡയറിയിൽ എഴുതാൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. താരിഖ് എന്ന് നമ്മൾ ഡേറ്റ് ആദ്യം എന്ന് ഡയറി എഴുതുമ്പോൾ. എന്നിട്ട് ഇങ്ങനെയാണ്, നോക്കൂ, ആജ്, കൊട്ടാരത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീയൊക്കെ കാണിച്ചുകൊണ്ട് ബീർബൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, കൂടാതെ ആ മുത്തശ്ശിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് അക്ബർ ചക്രവർത്തിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം എഴുതിയ ഡയറിയാണ് ആജ് ക, ഇന്നിൻ്റെ, ദിൻ, ദിവസം, മേം, ഞാൻ, ഭൂൽ, മറക്കാൻ, നെഹി, ഇല്ല, സക്ത എന്ന് പറഞ്ഞാൽ ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം, മേം, ഞാൻ, ഭൂൽ, നെഹി, സക്ത, ഒരിക്കലും ഞാൻ മറക്കുകയില്ല. ആജ്, ഇന്ന്, ദർബാർ മേ, എൻ്റെ കൊട്ടാര സദസ്സിൽ, ക്യാ ക്യാ ഹുവ,
ഇന്ന് സത്യത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? മേം ഞാൻ ആജ് തക്ക്, ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്, തക്ക് എന്ന് പറഞ്ഞാൽ വരെ, ഇന്ന് വരെ സിർഫ് കേവലം പണ്ഡിതോക്കെ പണ്ഡിതന്മാരുടെ ഭാഗത്ത് കാര്യങ്ങൾ സുനിന, എന്നെ കാണാൻ ആരെങ്കിലും വരികയാണെങ്കിൽ വലിയ വലിയ പാണ്ഡിത്യമുള്ളവരെ ആരെയും വന്നാൽ അവരുടെ കാര്യങ്ങൾ ഗൗരവമുള്ളതാണ്, അതൊക്കെ കേൾക്കാൻ ഞാൻ ശ്രദ്ധിക്കും, അല്ലാത്തവരൊന്നും മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ട് പണ്ഡിതോക്കെ ഭാഗത്ത് സുനിന കേൾക്കാൻ, അവർ അതുപോലെ തന്നെ പഠന, അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കാൻ, പഠന പഠായി സമച്ചിലിയ, അതിനെയാണ് അവർ പറയുന്നതിനെ ഗൗരവപൂർവ്വം കേൾക്കുക, അവർ പറയുന്ന കാര്യങ്ങളെ കൃത്യമായി പഠിക്കുക എന്നുള്ളതിനെയാണ് പഠായി സമച്ചിലിയാത, പഠനമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. വലിയ വലിയ പണ്ഡിതന്മാർ പറയുന്നത് കേൾക്കുക, വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞതിനെയൊക്കെ ഞാൻ വായിച്ചെടുക്കുക എന്നുള്ളതാണ് പഠനം എന്നത് ഞാൻ രീതിയിൽ ഞാൻ മനസ്സിലാക്കി വെച്ചത്. ലേക്കിൻ എന്നാൽ അസലി ഗ്യാൻ യഥാർത്ഥമായ നോളജ്, ഹിന്ദിയിൽ നമ്മൾ ഗ്യാൻ എന്നാണ് പറയുന്നത്, മലയാളത്തിൽ നമ്മൾ ജ്ഞാൻ എന്ന് പറയുന്നതിന്. അസലി ഗ്യാൻ എന്നാൽ യഥാർത്ഥമായ നോളജ് ക്യാ ഹേ, എന്താണ്? പണ്ഡിതന്മാർ മാത്രം പറയുന്നത് മാത്രമാണോ, അവർ എഴുതുന്നത് മാത്രമാണോ നോളജ്? യഹ്, ഇത് ആജ് ഇന്ന് ബീർബൽ ഔർ, ബീർബലിൻ്റെയും അതുപോലെ തന്നെ ഉൻകെ അവരുടെ ഗുരു, അവരുടെ വൃദ്ധയായ ഒരു സ്ത്രീ, അവരുടെ ഗുരുവും മുച്ചേ സമച്ചാദിയ, എന്നെ കറക്റ്റ് ബോധ്യപ്പെടുത്തുന്നു. എന്താണ് ഒറിജിനൽ നോളജ് എന്ന് അവരെന്നെ ബോധ്യപ്പെടുത്തുന്നു. യഹ് മേരേലിയെ നഹി, യഹ് മേരേലിയെ നഹി, ഇത് എനിക്ക് മാത്രമുള്ളതല്ല. സാരേ ഇൻസാൻ കെ ലിയെ, ലോകത്തെ മുഴുവൻ മനുഷ്യന്മാർക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ആ ബീർബൽ വഴി എനിക്ക് ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു തന്നത്. എന്താണ് അവർ പറഞ്ഞത്? ഇൻസാൻ, നിങ്ങൾ മനുഷ്യൻ, പഹലെ ആദ്യം ഇൻസാൻ കോ പഠന, നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ആദ്യം വേണ്ടത് ഒരു മനുഷ്യനെ പഠിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ ആദ്യം വേണ്ടത് മനുഷ്യനെ പഠിക്കുക എന്നുള്ളതാണ്. ആ അറിവാണ് ഏറ്റവും വലിയ അറിവ്. അതില്ലാതെ നിങ്ങൾ വേറെ എന്ത് അറിവുണ്ടായിട്ടും കാര്യമില്ല, അത് നിങ്ങളുടെ തന്നെ സർവനാശത്തിന് കാരണമാണ്. നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ദുഃഖമുണ്ട്. നിങ്ങൾക്ക് കണ്ണീര് വരുമ്പോൾ മറ്റുള്ളവർക്കും കണ്ണീര് വരും. നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാവും. നിങ്ങൾക്ക് ജീവിക്കാൻ കൊതിയുണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് ജീവിക്കാൻ കൊതിയുണ്ടാവും. നിങ്ങൾക്ക് ദാഹമുണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് ദാഹമുണ്ടാവും. നിങ്ങൾക്ക് വിശപ്പുണ്ടാകുമ്പോൾ മറ്റുള്ളവർക്കും വിശപ്പുണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഏറ്റവും വലിയ അറിവുള്ളവനായി നമ്മൾ മാറുന്നത്. ബാക്കി എല്ലാ അറിവുകളും ഈ അറിവിൻ്റെ മുകളിലല്ല, ഈ അറിവിൻ്റെ താഴെയാണ്. അതായത് മനുഷ്യത്വമുള്ളവനായി തീരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ് എന്ന അറിവ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് അങ്ങേപ്പോലുള്ള ചക്രവർത്തിമാർ അങ്ങനെ ചിന്തിക്കുമ്പോൾ ലോകത്തിലെ സകല ജനങ്ങൾക്കും സുഖമുണ്ടാകുന്ന ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പണ്ഡിതന്മാർ കൊട്ടാരത്തിൽ വന്ന് പറയുമ്പോൾ അവരുടെ വാക്കുകൾ, ആരാണ് വന്നിരിക്കുന്നത് നോക്കിയിട്ട് അവരുടെ കാര്യങ്ങൾ കേട്ട്, അല്ലെങ്കിൽ സാധാരണക്കാർ വന്നു കഴിഞ്ഞാൽ അവരതൊന്നും കേൾക്കാൻ നേരമില്ല എന്ന് പറയുന്ന ഭാവം നിങ്ങൾ ഒഴിവാക്കണം. ആദ്യം നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് മനുഷ്യത്വം ഉണ്ടാവണമെങ്കിൽ എന്താണ് മനുഷ്യനെന്ന് മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെ മറ്റുള്ളവർക്കും പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ്റെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നമായി മാറും. അത് ലോകത്തിന് നന്മയിലേക്ക് നയിക്കും. മാത്രമല്ല ഓരോ മനുഷ്യരും ഇങ്ങനെ ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ അവൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്ക് അത് കാരണമാകും. ഈ ക്വാളിറ്റി ഇല്ലാതെ അവൻ എന്തെല്ലാം അറിവുകളുണ്ടെങ്കിൽ ശരി, അത് അവൻ്റെ തന്നെ സർവ്വനാശത്തിന് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും വലിയ അറിവ് എന്താണ്? അതുകൊണ്ട് ഈ പണ്ഡിതന്മാരായ അങ്ങ് പറയുന്ന രീതിയിൽ ഇവിടെ അലക്കുകാരനെയും ആശാരിമാരെയും മൂശാരിമാരെയും കുശവന്മാരെയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഓരോ അറിവുകളുണ്ട്. അവരൊന്നും നിങ്ങൾ കൊച്ചായി കാണരുത് എന്നുള്ള മഹത്തായ സന്ദേശമാണ് ആ ബീർബൽ വഴി ആ ബുഡ്ഢി മഹിള ആരോട് പറയുന്നത്? നമ്മുടെ അക്ബർ ചക്രവർത്തിയോട് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ അറിവ് എന്താണ്? മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുക, മനുഷ്യത്വം ഉണ്ടായി മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ്. അതിനുശേഷമാണ് നമുക്ക് ബാക്കി എല്ലാ അറിവുകളും ഉണ്ടാവേണ്ടത് എന്നാണ്. എന്നാൽ ബാക്കി എല്ലാ അറിവും ഉണ്ടാവുകയും ഇതുണ്ടാവുന്നുമില്ല എങ്കിൽ നമ്മുടെ ജീവിതം തന്നെ എന്തായിപ്പോവും? സർവനാശത്തിന് കാരണമാകും എന്ന് പറയുന്നു. ഓക്കെ, എന്നിട്ട് ഇൻസാൻ പഹലെ ഇൻസാൻ കോ പഠനാ ചാഹിയെ, മനുഷ്യൻ ആദ്യം മനുഷ്യനെ മനസ്സിലാക്കണം. യേ ഹേ സബ്സെ ബഡാ ഗ്യാൻ, ഇതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നു. ഇത് നമുക്ക് മക്കളെ ജീവിതത്തിൽ A+ കിട്ടാനുള്ളൊരു ഒരറിവും കൂടിയാണ്. നമ്മളെ സർവ്വ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകുന്നത് നമ്മൾ കാരണം അധ്യാപകർക്കും കൂട്ടുകാർക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ഐശ്വര്യം ഉണ്ടാവുന്നത് നിങ്ങൾ മനുഷ്യത്വമുള്ളവനായി മാറുമ്പോഴാണ്. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നാശത്തിന് കാരണമാവുകയും ചെയ്യും, മറ്റൊരാൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ അറിവ് എങ്ങനെ ഒരു നല്ല മനുഷ്യനായി തീരാം എന്നുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് ചക്രവർത്തിയോട് ബീർബൽ മന്ത്രി വഴി ഒരു ബുഡ്ഢി മഹിള, ആ ബീർബലുടെ ഏറ്റവും വലിയ ഗുരുനാഥയും കൂടിയാണ് അവർ പറയുന്ന പാഠമാണ്. അവർ പറയുന്ന ഈ മെസ്സേജാണ് ഈ പാഠത്തിൽ ബീർബൽ അന്നായിട്ട്
അക്ബർ ചക്രവർത്തി ബീർബൽ വഴി ബുഡി മഹിള വഴി അന്ന് എഴുതിയ ഡയറിയാണ്. നമുക്കൊന്നുകൂടി നോക്കാം, ഞാൻ ഒന്ന് വായിക്കാം. ആജ് കാ ദിൻ മേ ഭൂൽ നഹീ സക്ത, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. ആജ് ദർബാർ മേ ക്യാ ക്യാ ഹുവ, ഇന്ന് സത്യത്തിൽ കൊട്ടാരത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്. മേ ആജ് തക്ക്, ഞാൻ ഇന്ന് വരെ സിർഫ് കേവലം പണ്ഡിതോ കെ ബാത്ത് സുന്ന, പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ആറ് പഠന, അവർ പറയുന്നത് പഠിക്കുക എന്നുള്ളത് പഠായി സമച്ചിലിയാത, അതിനെയാണ് പഠനമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാക്കിയുള്ളവരൊന്നും പറയുന്നത് കേൾക്കുകയും വായിക്കുന്നതും പഠിക്കുന്നതൊന്നും പഠനമല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ലേക്കിൻ എന്നാൽ അസലി ഗ്യാൻ ക്യാ ഹേ, ശരിയായ നോളജ് എന്താണ്. ആജ്, ഇത് ഇന്ന് ബീർബൽ और उनके ഗുരു, ബീർബലും അവരുടെ ഗുരുവും മുച്ചയെ സമച്ചാദ്യ എന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ആരിൽ നിന്നും എവിടെ നിന്നും നമുക്ക് അറിവുകൾ കിട്ടും. ചിലർ മാത്രമാണ് അറിവുള്ളവരെന്ന കൺസെപ്റ്റ് ശരിയല്ല. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലുള്ള ചെറുതോ വലുതോ ആയ അറിവുകളുണ്ട്. ആരെയും വലിയവരായി മാത്രം കാണേണ്ടതില്ല, ആരെയും ചെറിയവരായി മാത്രം കാണേണ്ടതില്ല. എല്ലാവരെയും സമമായ മനോഭാവത്തോടി കാണാൻ കഴിയണം എന്നുള്ള കാഴ്ചപ്പാട് എനിക്ക് ബോധ്യപ്പെടുത്തുന്നു. ഈ മേരയിലെ നഹി, ഇതെനിക്ക് മാത്രമല്ല, സാരെ ഇൻസാൻ കീഴിൽ, ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്കുള്ള മെസ്സേജാണ്. ഇൻസാൻ പഹലെ, മനുഷ്യൻ ആദ്യം, ഇൻസാൻ കോ പഠനാ ചാഹിയെ, ഒരു മനുഷ്യനാണ് പഠിക്കേണ്ടത്, മനുഷ്യത്വത്തെയാണ് പഠിക്കേണ്ടത്. അങ്ങനെ മനുഷ്യത്വമുള്ളവനായി മാറുകയാണ് വേണ്ടത്. യേ ഹേ സബ്സെ ബഡാ ഗ്യാൻ, ഇതാണ് ഏറ്റവും വലിയ അറിവ്. ഓക്കെ മക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറാണ്. നമ്മൾ പഠിച്ചു വെക്കണം. നമുക്ക് ജീവിതത്തിൽ A+ നേടാനുള്ള സർവ്വ മേഖലയിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാക്കി തരാനുള്ള ഒരു അറിവും കൂടിയാണിത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മറ്റ് ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.